ഹരേ കൃഷ്ണ. നമസ്തേ നമസ്തേ. ജ്യോതിഷ കൈരളിയിലേക്ക് സുസ്വാഗതം. 2026 നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോയിലേക്ക് വരുന്നത്. അത് 2026 മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്, മിഥുനക്കൂറെന്ന് പറയുമ്പോൾ നമുക്കറിയാം മകയിരത്തിൻ്റെ അവസാന പകുതി, 3-4 പാദങ്ങളുള്ള അവസാന പകുതി, തിരുവാതിര, പുണർദത്തിൻ്റെ മുക്കാല്, ഇത്രയും ഉൾപ്പെട്ട ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞ ഒരു 2-3 വർഷം ഈ മിഥുനക്കൂറുകാർ, നമ്മൾ നാടൻ ഭാഷയിൽ പറയും, ചത്ത് ജീവിച്ചെന്ന് വേണമെങ്കിൽ പറയും, അല്ലെങ്കിൽ മരിച്ച് ജീവിച്ചു. നമ്മൾ എന്താ പറയും, കഷ്ടപ്പാടിൻ്റെ അങ്ങേ അറ്റമായിരുന്നു പറയും. അത്രയ്ക്ക് പ്രതിസന്ധികളും പിന്നെ ജീവിത യുദ്ധവും പിന്നെ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്ന 2-3 വർഷങ്ങളാണ് നിങ്ങൾക്ക് കടന്നുപോയത്. ഇത് അസ്ട്രോളജി ശരിക്കും അറിയാവുന്ന ഏതൊരാൾക്കും അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഇനി നമുക്ക് നല്ല കാലം വരികയാണ്. ഇതാണ് ഞാൻ സൂചിപ്പിച്ചു വരുന്നത്. ഈ 2026 നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ എപ്പോഴും തൊട്ട്, ഇപ്പോഴേ അതിൻ്റെ ഒരു പ്രാരംഭഘട്ടം തുടങ്ങിയിട്ടുണ്ടെങ്കിലും ജൂൺ മുതൽ പിന്നെ അങ്ങോട്ട് ഒരു വർഷം, അതായത് 2027 ജൂൺ വരെയും നിങ്ങൾക്ക് സമയം നല്ലതായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സമയം നന്നാവാൻ പോകുന്നത് കരുതിയിട്ട് എന്തും ചെയ്യാമെന്നല്ല. ഈ കഷ്ടകാലത്തുണ്ടായിരുന്ന കഷ്ടതകൾക്ക് പരിഹാരം ആ സമയത്ത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. കടങ്ങൾ തീർത്തെടുക്കാൻ നോക്കണം. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ 4-ാം ഭാവം, അതായത് മിഥുനക്കൂറുകാരുടെ 4-ാം ഭാവാധിപതിയും അതുപോലെ തന്നെ നിങ്ങളുടെ കൂറിൻ്റെ അധിപതിയുമായ ബുധൻ ചില മാസങ്ങളിൽ അനുകൂലമായിട്ട് വരും. ആ സമയം കൊണ്ട് പഴയ കുടുംബ സ്വത്തുക്കൾ, നഷ്ടപ്പെട്ടവ, അതുപോലെ തന്നെ ധനപരമായിട്ടുണ്ടായിരുന്ന പഴയ ഇതിൽ നമുക്ക് തിരിച്ച് കിട്ടാനുള്ളതൊക്കെ ശ്രമിച്ചാൽ തിരിച്ച് കിട്ടും. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. 2026 നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതാണ്. 2, പഴയ നിങ്ങൾക്ക് എന്തെങ്കിലും കേസോ വഴക്കോ എന്തെങ്കിലും പിന്നെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒരു നയപരമായിട്ട് ഒത്തുതീർപ്പിലൂടെ തീർക്കാനുള്ള അവസരങ്ങൾ ആ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് തരും. അത് ഉപയോഗപ്പെടുത്തണം. അവിടെ നമ്മൾ കടുംപിടുത്തവും വാശിയും കാണിക്കരുത്. കാരണം ജീവിതത്തിൽ നമ്മൾ ഒരുപാട് പഠിച്ചു, ജീവിതം നന്നായിട്ട് പഠിച്ചു. അപ്പോൾ ആ ജീവിത പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള കാലം സ്വസ്ഥവും സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. മറ്റൊന്ന്, ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, ഈ പൊതുവിൽ ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ലൈഫിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈ ഇപ്പോൾ ചാരവശാലുള്ള മാറ്റം മാത്രമല്ല, അവരുടെ ജാതകാലും അതെ, അവർക്ക് ഒരുപാട് അനിഷ്ടങ്ങൾ എപ്പോഴും അനുഭവിക്കേണ്ട ഒരു ജാതകമാണ്. ആരിൽ നിന്നോ, അവിടെയാണ് ചോദ്യം. അതിൻ്റെ കാരണം നിങ്ങളുടെ 7th ഹൗസ് എന്ന് പറയുന്നത് വ്യാഴനാണ്, ധനുവാണ്. അപ്പോൾ ആ ധനു എന്ന് പറയുന്നത്, ധനുവിൻ്റെ അധിപതിയായ വ്യാഴം നിങ്ങൾക്ക് എപ്പോഴും ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച്, മിഥുനക്കൂറിൻ്റെ അധിപതിയായ ബുധൻ വ്യാഴൻ്റെ ശത്രുവാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും, ഈ ശത്രുവായ ബുധനാണ് എപ്പോഴും വ്യാഴന് ദൃഷ്ടി ചെയ്യുന്നത്. തിരികെ ആ വ്യാഴനാണ് ഈ ശത്രുവിനെ നോക്കുന്നത്. അതുകൊണ്ട് എന്ത് പറ്റും വെച്ചാൽ, ജീവിതത്തിൽ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ലൈഫ് പരാജയപ്പെടും. അത് ഈ മിഥുനക്കൂറുകാർക്കുള്ളൊരു പ്രത്യേകതയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മിഥുനക്കൂറിന് മാത്രമല്ല, കന്നിക്കൂറിനും ആ ഒരു പ്രത്യേകതയുണ്ട്. കാരണം വളരെ ശ്രദ്ധിച്ച് ജീവിതം നയിച്ചില്ലെങ്കിൽ കടബാധ്യത, സാമ്പത്തിക പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ വളരെയധികം ഏറ്റവും ബാധിക്കാവുന്ന 2 കൂറുകാരാണ് മിഥുനക്കൂറും കന്നിക്കൂറും. അപ്പോൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കേണ്ടത്, നിങ്ങൾ ഉള്ളത് കൊണ്ട് സ്വസ്ഥമായിട്ട് ജീവിക്കുക, കഴിയുന്നത്ര അന്യരുമായിട്ട് ചേർന്ന് സാമ്പത്തിക ഇടപാടുകളിൽ പോയി ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ ഉദ്യോഗത്തിലോ അതുപോലെ തന്നെ ബിസിനസ്സിലോ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇല്ലീഗലായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ധനപരമായിട്ട് വന്നാലും നമ്മളതിനകത്ത് വളരെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അത് നാളെ നമ്മളെ വിഴുങ്ങും. ഇത് ഉറപ്പാണ്.
അതുപോലെ തന്നെ കുറച്ചൊരു ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ലൈഫിൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനും സാധ്യത ഉള്ള ഒരു കൂറുകാരാണ്. ഇത് ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് എപ്പോഴും നിങ്ങൾ ഈ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധ പുലർത്തണം. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മളെ ജീവിതത്തിൽ ധനം നമുക്ക് ഇടപാട് വളരെ സൂക്ഷിച്ച് വേണം. അതുപോലെ തന്നെ നമ്മളെ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മളെപ്പോഴും ചെറിയ ചെറിയ അസുഖങ്ങളോ കാര്യങ്ങളോ വന്നാൽ പോലും ശ്രദ്ധിക്കണം. ഫ്യൂച്ചറിൽ ഷുഗറോ പ്രഷറോ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ടെന്നൊരു ബോധം വയ്ക്കണം. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഈ വർഷത്ത് നിങ്ങൾ എങ്ങനെ വീട് പുതുക്കുക, പുതിയ ഭൂമിയോ അല്ലെങ്കിൽ വാഹനമോ വീടോ ഒക്കെ വാങ്ങാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ വസ്തു ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലൊക്കെ നിങ്ങൾക്ക് ഗുണം വരുന്ന സമയമാണ്, ധനം വരുന്ന സമയമാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൽ നിൽക്കുന്നവർ, അതുപോലെ തന്നെ നമ്മൾ തന്നെ സ്വന്തം ഒരു ഭൂമി കൊടുത്ത് പുതിയത് വാങ്ങിക്കാൻ ശ്രമിക്കുക, ഇതിനൊക്കെ ഗുണം വരും. അതുപോലെ വാഹനപരമായിട്ടും നിങ്ങൾക്ക് ഗുണം വരുന്ന സമയമാണ്. നിങ്ങളുടെ നിലവിലുള്ള ഈ ജൂൺ തൊട്ട് അങ്ങോട്ട് 2026 ജൂൺ തൊട്ട് ഏകദേശം 2027 ജൂൺ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള എന്ത് കാര്യത്തിനും പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഈ ഭൂമി, വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ തന്നെ ഇത്തരം ഭൂമിയോ കൺസ്ട്രക്ഷൻ, പ്രോപ്പർട്ടി ഡെവലപ്മെൻറ്റോ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുള്ളവരും അത്തരം ബിസിനസ്സിലുള്ളവരും ഈ ഒരു വർഷം ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാല നഷ്ടങ്ങൾ നികത്തി മുന്നേറാൻ കഴിയും. ഇനി മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മത്തിലും വളരെ നല്ല സമയമാണ്. കാരണം ശനി 10ൽ നിൽക്കുകയാണ്. 10ൽ കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നത് നല്ലതാണ്. നിങ്ങളെ ജാതക ശനി ഗുണമാണോ നോക്കണം. എങ്കിൽ നിങ്ങൾക്ക് കർമ്മഗുണം ഉണ്ടാവും. കർമ്മഗുണം എങ്ങനെ? നമുക്ക് പുതിയ ജോലിക്ക് ശ്രമിക്കാം, വിദേശ യോഗത്തിന് ശ്രമിക്കാം. അതുപോലെ നമ്മൾ നിലവിലുള്ള ജോലിയിൽ നമുക്ക് അനുകൂലമായ ട്രാൻസ്ഫർ, അതുപോലെ തന്നെ ജോലിയിൽ പ്രമോഷൻ ഇതൊക്കെ ശ്രമിക്കാം. നിലവിലുള്ള ജോലി നമുക്ക് അതിൽ ഇരുന്നു കൊണ്ട് തന്നെ പുതിയ ജോലിക്ക് ശ്രമിച്ചാൽ കുറച്ചുകൂടി ഫിനാൻഷ്യലിയും സ്വസ്ഥതയുള്ള ജോലിയിലേക്ക് മാറാൻ കഴിയും. ഇങ്ങനെയൊക്കെ നമുക്ക് കർമ്മത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന സമയം. ബിസിനസ്സിലാണെങ്കിലും പുതിയ പദ്ധതികൾ, പുതിയ പ്ലാനിങ്ങുകളെല്ലാം നടത്താൻ പറ്റുന്ന സമയമാണ്. ജീവിതത്തെ മൊത്തത്തിലൊന്ന് മാറ്റിയെടുക്കാൻ കഴിയും. ഇനി മറ്റൊന്ന്, നിങ്ങൾക്ക് കലാ സാഹിത്യം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണെങ്കിൽ അതിനകത്ത് പുതിയ അവസരങ്ങൾ വരുന്ന സമയമാണ്. അത് ഉപയോഗപ്പെടുത്താൻ കഴിയും, നിങ്ങൾക്ക് ശ്രമിച്ചാൽ മതി. അതുപോലെ തന്നെ പൊളിറ്റിക്സിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ വരും. നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങളുടെ നിലപാടുകളിലും കാര്യങ്ങളിലും ഒക്കെ മാറ്റം വരുത്തേണ്ട ഒരു കാലമാണ്. അത് കൃത്യമായിട്ട് വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കുന്നൊരു പീരീഡാണ്. അത് ഉപയോഗപ്പെടുത്തണം. ഇങ്ങനെ നമ്മൾ പ്ലാനിങ്ങും അതിനനുസരിച്ച് യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് വിജയിക്കേണ്ട ഒരു വർഷമാണ് 2026. 2026 മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ മാറ്റം ഉണ്ടാകുന്ന, വളരെ ഗുണകരമായ മാറ്റം ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടായ കഷ്ടനഷ്ടങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ അഹങ്കാരമൊന്നും എവിടെയും കാണിക്കരുത്. ഈശ്വരൻ തന്നിരിക്കുന്ന ഈ അനുഗ്രഹം നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2026 എന്നത് 27 പകുതി വരെ ഈ ഗുണം നിങ്ങൾക്ക് നിലനിൽക്കുള്ളൂ. ഇതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അത് കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് കുറച്ച് അനിഷ്ട കാലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പ്രയോജനം ചെയ്യുന്ന നല്ല കാലത്തെ, നമ്മൾ പണ്ടുള്ളവർ പറയുന്നൊരു ചൊല്ലുണ്ട്, സമ്പത്ത് കാലത്ത് തൈ 10 വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്തറുക്കാം. അപ്പോൾ ഈ സമ്പത്ത് കാലം അല്ലെങ്കിൽ നല്ല കാലത്തെ നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ നമ്മളെ കഷ്ടകാലം വരുമ്പോൾ അതിൻ്റെ ഈ നമ്മൾ നല്ല സമയത്ത് ചെയ്തതിൻ്റെ ഗുണഫലം അന്ന് അനുഭവിച്ചുകൊണ്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും. ഇത് ആണ് നമ്മളെ പ്ലാനിങ്. ആസ്ട്രോളജി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ കഷ്ടപ്പാടോ ദുഃഖമോ വരുമ്പോൾ മാത്രം ഓടിച്ചെന്ന് ജ്യോതിഷനെ കണ്ട് കുറേ പരിഹാരം ചെയ്താൽ വിജയിക്കുന്നതല്ല. അത് മണ്ടത്തരമാണ്. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നമ്മളെ ജാതകാലം ചാരവശാലും പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ദൈവാധീനം വർദ്ധിപ്പിച്ച്, ഈശ്വരൻ ഒരിക്കലും നിങ്ങൾ ഓടിച്ചെന്നൊരു വഴിപാട് ചെയ്തിട്ടോ ഒരു ഹോമം നടത്തിയിട്ടോ നിങ്ങളെ പ്രശ്നത്തിന് പരിഹാരം കിട്ടില്ല. എന്നെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് ആത്മബന്ധുക്കൾ ചോദിക്കുന്നൊരു സംശയമാണ്, എനിക്കിങ്ങനെ ഇത്രയും കടബാധ്യത ഒന്നും അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമുണ്ട്,
ഞാൻ ഏത് പൂജ ചെയ്യണം, പൂജ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടില്ല. അതിനകത്ത് ഈശ്വരാധീനം എന്ന് പറയുന്നത് നമുക്ക് യുക്തിയും ബുദ്ധിയുമായിട്ട് ഈശ്വരൻ ഇളങ്ങും, അതിനുള്ള അവസരങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഉപയോഗപ്പെടുത്തി നമ്മൾ തന്നെ യുക്തിയും ബുദ്ധിയും അപ്ലൈ ചെയ്ത് വിജയിപ്പിച്ചാലേ ജീവിതം വിജയിക്കുകയുള്ളൂ. അല്ലാതെ അസ്ട്രോളജർക്ക് മന്ത്രവാദം ചെയ്തും പൂജ ചെയ്തും നിങ്ങളുടെ ജീവിതം വിജയിപ്പിക്കാൻ പറ്റില്ല. 100% എവിടെ വേണമെന്ന് ഞാൻ എഴുതി തരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വരുന്ന വർഷം ഏകദേശം 2027 ജൂൺ വരെയുള്ള സമയം പ്ലാൻ ചെയ്ത് ഇപ്പോഴേ ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഫ്യൂച്ചറിലേക്കുള്ള പ്ലാനിങ്ങുകളും ധനപരമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് അവസരവും ഗുണവും കൊണ്ടുതരും. അതിനെ ഫ്യൂച്ചറിൽ നഷ്ടപ്പെട്ടു പോകാതെ ഗോൾഡ് ആയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഡെപ്പോസിറ്റുകളൊക്കെ ആയി സൂക്ഷിക്കുക. ലോകത്താർക്ക് ധനം കൊടുത്ത് സഹായിക്കാതിരിക്കുക, അതൊരു നിർബന്ധമായ കാര്യമാണ്. നിങ്ങളാകെ ചെയ്യാൻ പറ്റുന്നത് അന്നദാനം ചെയ്യുക, അല്ലാതെ ധനം കൊണ്ട് ആരെയും സഹായിക്കാതിരിക്കുക. മഹാലക്ഷ്മി കൂടെ നിൽക്കില്ല, ഇത് ഞാൻ എടുത്തു പറയുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വർഷം എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ തരട്ടെ, ജീവിതം വിജയിക്കട്ടെ. എൻ്റെ എല്ലാ പ്രാർത്ഥനയും ഉണ്ടാവും. ഇതിൻ്റെ താഴെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾക്ക് വോയിസ് ക്ലിപ്പോ മെസ്സേജോ ഇട്ടിരുന്നാൽ മതി, ഞാൻ മറുപടി തരും. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ. നന്നായി.